ജയറാമേട്ടൻ പറയണ്ടായിരുന്നു കുറെ പരാജയങ്ങൾ ജയറാമേട്ടൻ സംഭവിച്ചപ്പോൾ ജയറാമേട്ടനോട് ഒരാൾ ചോദിച്ചിട്ടു എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു. ജയറാമേട്ടൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് നോ പറയാൻ അറിയില്ല ആരോടും, അതുകൊണ്ടാണ് ചില സിനിമ പരാജയപ്പെട്ടു പോകാൻ വന്നത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിലീപേട്ടന്റെ ഈ അടുത്ത് പോകുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നു. നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാളാണ് ഞാനും. അത് വലിയ സത്യമുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്ത് നോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞത് ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഓരോ ശ്രമങ്ങളാണ് ഓരോ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അതങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ചോരോ വർക്കൗട്ടായില്ല, ആ ഡിഷ് ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ ആ ചേരുവകൾ ശരിയായില്ല, നമ്മൾ മാറ്റി വെച്ചു, അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു. അപ്പൊ നമ്മൾ ഈ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയും നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരുന്നത്. ഇനി ബാക്കിയെല്ലാം നമ്മൾക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. ആ ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇനി പ്രേക്ഷകരെന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അല്ലേ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.